30 രൂപയുണ്ടെങ്കിൽ വയറു നിറയുമോ? വയറു മാത്രമല്ല, മനസ്സും നിറയുന്ന ഒരു മാജിക്ക് പത്തനംതിട്ടക്കാർക്ക് അറിയാം. എന്നാ പിന്നെ ആ ചായക്കടയിലേക്ക് ഒന്ന് പോയാലോ? ചായ കുടിക്കാൻ പോലോ? തിരക്കിലാണ്, എന്നാലും പോകാം. ഇങ്ങോട്ടാ ചായ കുടിക്കാം. നമ്മളൊന്നും വേണ്ടേ? വാ ചേട്ടനോടോ. എവിടെ? ടൗണിൽ എവിടെ നിന്ന് കുടിക്കും? തുമ്പോണ് പോയാൽ ചായ കുടിക്കാൻ തുമ്പോന്ന് പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന 10 കിലോമീറ്റർ തുമ്പോണല്ല, ഇവിടെ ഒരു തുമ്പോണ്ട് 1 കിലോമീറ്റർ. നമ്മുടെ തുമ്പോൺ ടീ ഷോപ്പ്. എന്നാൽ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകാം, അല്ല മുറുക്കൊക്കെ കിട്ടും. എന്നാ വാ. എനിക്ക് മീഡിയം മധുരം കുറച്ചൊരു മീഡിയം ചായ. ഇവിടെ സാധാ ചായ. ഒരു ലൈറ്റ് മധുരം കൂട്ടി ചായ. അണ്ണനെ ഒരു കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി. ഒരു അരിമുറുക്ക്. അരിമുറുക്ക് എന്നോട് പറഞ്ഞു. വിത്തൗട്ട് ചായ, സാധാ ചായ, മീഡിയം ചായ, വിത്തൗട്ട് കാപ്പി. മനസ്സടുക്കമുള്ളവരോടൊപ്പം ചേർന്നിരിക്കാം, ചായക്കപ്പിൽ ഊതി കുടിക്കാം, നഗരത്തിരക്കിനെ അങ്ങനെ കണ്ടുകൊണ്ട് കൊച്ചു വർത്തമാനങ്ങൾ പറയാം. തുമ്പമൺ ടീ ഷോപ്പ് പത്തനംതിട്ടയുടെ നഗരത്തിന്റെ അടയാളപ്പെടുത്തലായി മാറിയിട്ട് നൂറ്റാണ്ട് ഒന്ന് പിന്നിടുകയാണ്. കറികളൊക്കെ മിക്കവാറും ചാറായിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കുക. സാധാരണപ്പെട്ട ഒരാളെ കയറിയാൽ അയാൾക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കൃത്യമായ ചൂടിൽ പാലും തേയിലയും ഇഴുകിച്ചേരുന്നിടത്ത് സൗഹൃദത്തിന്റെ പഞ്ചസാര മധുരം താനേ വന്നുചേരും. വിപ്ലവം പറയുന്നവരും ഖദറിന് പശയിട്ടിറങ്ങുന്നവരും തെല്ലും ചൂടില്ലാതെ ഇവിടെ രാഷ്ട്രീയം പറയും. ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നു തന്നെ. 100 വർഷം കഴിഞ്ഞാണ്. ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പിന്നെ ചേട്ടനങ്ങാട് വീരോട്ട് പോയി. പിന്നെ ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എത്ര 10 വർഷം. നഗരത്തിലെത്തിയാൽ ഇവിടെ കയറി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടാത്തവരുണ്ട്. വൈകുന്നേരങ്ങളിൽ പരക്കുന്ന ഉഴുന്നുവടയുടെ മണം പിടിച്ചെത്തുന്നവരും എണ്ണത്തിൽ കുറവല്ല. ഞങ്ങളുടെ കട തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അവിടുന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ ഫാദർ ഞങ്ങളെ കൊണ്ടുവന്ന് ചായയും സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തരുന്നൊരു കടയായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്ന് ഈ കടയിൽ കയറാതെ ഒരു ദിവസം കയറാതെ പോകത്തില്ല. വെളുപ്പിനെ തുറക്കുന്ന കട 6 മണി മുതലുണ്ട്. വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേ എല്ലാം ക്ലോസ് ആകും. അങ്ങനെയുള്ളൊരു കടയെന്ന് പറയുന്നത് എപ്പോഴും ചൂടോടുള്ള ആഹാരങ്ങൾ. പഴമ വരച്ചിട്ട ചുമരുകൾക്ക് താഴെ ഇങ്ങനെ ഇരുന്ന് രുചി നുകരുന്നത് തന്നെ ഒരു രസമാണ്. കാലം ഏറെ കടന്നെങ്കിലും ഇവിടെയെല്ലാം പഴയതുപോലെ തന്നെ. ഇതാണ് നമ്മൾ കടയ്ക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്ന കിണർ. ഈ കിണർ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം മുമ്പ് കുഴിച്ചാന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തൊട്ടപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോറും ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ എനിക്ക് തോന്നുന്നു 80-90 വർഷമായെന്ന് തോന്നുന്ന സമയത്ത് ഇവർ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. ഇവരുടെ അച്ഛനും വല്യച്ഛനും നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ കൃഷ്ണക്കുറുപ്പും വിജയകുമാർ എന്ന് പറയുന്ന അവർ 2 പേരും കൂടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ 10-40 വർഷം നടത്തി. അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് എടുക്കുന്നത്. പേര് പഴയ പേര് തന്നെ, 100 വർഷമായിട്ടുള്ള പേരാണ് തുമ്പമൺ എന്നുള്ളത്. അത് ഞാൻ മാറ്റിയില്ല. കാരണം അതൊരു ബ്രാൻഡായിട്ട് നാട്ടുകാരുടെ മുന്നേ മാറി. ഏറ്റവും എനിക്ക് സന്തോഷം ആൾക്കാർ സന്തോഷത്തോടെ കഴിച്ച് വിജയനോടെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നത്. മുതിർന്നവരുടെ കൈപിടിച്ച് തുമ്പോൺ കടയിൽ പണ്ടെത്തിയിരുന്നവരെല്ലാം ഓർമ്മകളുടെ രുചിയിടം തേടിയാണ് പിന്നെയും എത്തുന്നത്. അത് ചിലപ്പോഴെങ്കിലും വീട്ടിലേക്കുള്ള മടക്കയാത്രയെ തന്നെയാകും ഓർമ്മിപ്പിക്കുക. തുമ്പോൺ കട എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് നമുക്കറിയുന്നൊരു കടയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ചെറുപ്രായത്തിൽ ഈ കടയിൽ വന്ന് ഈ സുഖിയനും ഉഴുന്നുവടയും പരിപ്പുവടയും എല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലോ ഫ്രീസർ തണുപ്പിലോ ശേഖരിക്കേണ്ടതായി ഒന്നുമില്ല എന്നതാണ് തുമ്പോൺ കടയുടെ എന്നത്തെയും മേൽവിലാസം. നഗരത്തിണ്ണയിൽ ഒരു വേള ചായ കുടിച്ചവർക്ക് നാവിൻ തുമ്പിൽ നിറയുന്നതത്രയും രുചിയോർമ്മകളാകും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.